ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു വെജ് ഷവർമ ഉണ്ടാക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് കുബൂസുകൾ വേണം, അതുണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 1 കപ്പ് അളവിൽ നമ്മളുടെ മൈദമാവും, ആവശ്യത്തിനായിട്ടുള്ള സോൾട്ടും ഷുഗറും ഈസ്റ്റും ഇട്ടിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കുക. ഇനി അതിനകത്തോട്ട് കുറച്ച് ഓയിലൊക്കെ തടവി ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ബൗൾ എടുക്കുക, അതിനകത്തോട്ട് ഒരു 1/2 കപ്പ് അളവിൽ സവോള, 1 കപ്പ് അളവിൽ നമ്മുടെ ക്യാബേജ് ഇടുക. ഇനി നമ്മൾ അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് അളവിൽ നമ്മുടെ കുക്കുംബറും 1/4 കപ്പ് അളവിൽ ക്യാരറ്റും പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ തക്കാളിയും ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുക. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനായിട്ടുള്ള സോൾട്ടും പെപ്പർ പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാനിവിടെ ഗാർലിക് മയോണൈസാണ് യൂസ് ചെയ്യുന്നത്. ഗാർലിക് മയോണൈസ് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഞാൻ ഗാർലിക് മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം കേട്ടോ. ഇനി അതിനുശേഷം നമ്മളുടെ കുബൂസിൻ്റെ നമ്മുടെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 ബോൾസാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. 4 ബോൾസ് നന്നായിട്ട് കുഞ്ഞ് മീഡിയം സൈസിൽ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തി പലകയിൽ ഇട്ടിട്ട് ഇത്തിരി പൊടി ഇട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഞാൻ പരത്തി കഴിഞ്ഞപ്പോൾ ശരിക്കും റൗണ്ട് ഷേപ്പ് വരാത്തത് കൊണ്ട് നമ്മുടെ പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് പരത്തിയെടുത്ത് അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് തട്ടിക്കളയാൻ ശ്രമിക്കുക കേട്ടോ. ഇതിന് ശേഷം നമ്മൾ 4 പരത്തിയെടുത്തിട്ട് ഒരു നോൺ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് നമ്മുടെ കുബൂസ് ഇട്ടിട്ട് അതിനകത്തോട്ട് ഒരു 4-5 ഡ്രോപ്പ് സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തോട്ട് നമ്മുടെ ഫില്ലിങ്സും കൂടെ ഇട്ടിട്ട് നമുക്ക് അതൊന്ന് റോൾ ചെയ്തെടുക്കാവോ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ മടക്കി എടുത്താലും മതി. അപ്പം ഞാനിവിടെ റോൾ ചെയ്തെടുക്കുകയാണ്. റോൾ ചെയ്തെടുത്ത് കഴിക്കാനാണെങ്കിൽ ഒരു ഇഫ്താർ റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ 4 മണി സ്നാക്സ് ആയിട്ടോ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.